സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, ഒന്ന് വസ്തുനിഷ്ഠ രീതിയും, രണ്ട് വ്യക്തിനിഷ്ഠ രീതിയും, സബ്ജക്റ്റീവ് മെത്തേഡ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഇതിൽ സത്യം കണ്ടെത്താനുള്ള ശരിയായ വഴി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മെത്തേഡാണ്. അത് സയൻസിന്റെ രീതിയാണ്. അവിടെ തെളിവുകൾക്കാണ് പ്രാധാന്യം. തെളിവുകൾ നമ്മളെ എവിടത്തേക്ക് നയിക്കുന്നുവോ അവിടത്തേക്ക് നമ്മൾ എത്തിച്ചേരലാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായിട്ട് ഒരു കാര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തലാണ് ഒബ്ജക്റ്റീവ് രീതി അല്ലെങ്കിൽ വസ്തുനിഷ്ഠ രീതി. വസ്തുതകൾക്കാണ് പ്രാധാന്യം. വസ്തുതകളാണ് നമ്മളെ എത്തിക്കുന്നത്. ഇന്നേ കാര്യത്തിനെ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ കണ്ടെത്തിയ കാര്യത്തിന് ഇവിടെ തെറ്റുപറ്റിയോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ആവർത്തനക്ഷമതയിലൂടെ തെളിയിക്കാൻ പറ്റും. ഇതാണ് വസ്തുനിഷ്ഠ രീതി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മെത്തേഡിന്റെ പ്രത്യേകത. ഇതല്ലാത്ത മറ്റൊരു നിലപാടുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിനാണ് സബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. വ്യക്തിനിഷ്ഠമാണത്. വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക. ചുറ്റുവട്ടത്ത് കാണുന്നതിൽ ഭൂരിപക്ഷവും വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വ്യക്തിനിഷ്ഠതയിൽ വിശ്വാസമാണ് പ്രധാനം. നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാണ്. തെളിവ് പൂജ്യമാണ്. യാതൊരു തെളിവിന്റെയും അടിസ്ഥാനത്തെയല്ല നിങ്ങൾ അത് എടുത്ത് വിശ്വസിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ വിശ്വാസങ്ങളും നമ്മൾ ജനിച്ചു വളർന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നതല്ല, മറിച്ച് പരമ്പരാഗതമായി നമ്മളിലേക്ക് വന്നതിനെ നമ്മൾ വലിയൊരു കാര്യമായിട്ട് സത്യമായിട്ട് അംഗീകരിക്കാണ്. പാരമ്പര്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൽ ഒരു ചിലന്തി വലയിൽ കെണിഞ്ഞ ഒരു പാറ്റയെ പോലെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പരിവപ്പെടുത്തിയ കാര്യങ്ങൾ എല്ലാം അത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം നമുക്ക് മുമ്പിലുള്ള സമൂഹം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സാധനമാണ്. അതിനെ നമ്മൾ ഒരു തരത്തിൽ വിശകലനം ചെയ്യുന്നില്ല. ഒരാൾ ഒരു മതത്തിൽ ജനിക്കുന്നത്, ഉദാഹരണമായിട്ട് പറയാം, മതത്തിൽ ജനിക്കുന്നത് അയാൾക്ക് ആ മതം കിട്ടുന്ന എങ്ങനെയാണ്? അയാൾ ആ അച്ഛനമ്മയും ഹിന്ദു ആയതുകൊണ്ട് അല്ലെ അച്ഛനമ്മയും മുസ്ലിം ആയതുകൊണ്ട് അയാൾ യാന്ത്രികമായിട്ട് ജനിച്ചു പോവുകയാണ്. ഭാഷാബോധം പോലെ തന്നെയാണ് മതബോധം. മലയാളിയായിരിക്കുന്ന ഒരു ദമ്പതിയുടെ കുട്ടിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ എന്ത് കഴിയും? മലയാളം ഭാഷയായിട്ട് നമുക്ക് തോന്നും, ഭാഷാബോധം വന്ന്. അതേപോലെ തന്നെ മതം, മലയാളിയായിരിക്കുന്ന ഒരു ദമ്പതിയുടെ ഒരു കുട്ടിയെ എടുത്തിട്ട് കന്നഡക്കാരായിരിക്കുന്ന ദമ്പതികൾ വളർത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാഷാബോധം എങ്ങനെയായിരിക്കും? കന്നഡയായിരിക്കും. അതേപോലെ തന്നെ മുസ്ലിം ആയിരിക്കുന്ന ഒരു കുട്ടിയെ എടുത്തിട്ട് ഹിന്ദു ദമ്പതികൾ വളർത്തി കഴിഞ്ഞാൽ ആ കുട്ടി വലുതാവുമ്പോൾ ആ കുട്ടിയിൽ അടിയുറച്ച മതബോധം എന്ന് പറയുന്നത് ഹിന്ദു മതമായിരിക്കും. കാരണം വളർത്തിയ രക്ഷിതാക്കൾ ആ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് മതം. ഇവിടെ ഒന്നും തന്നെ കുട്ടികളുടെ റോൾ അതിലില്ല എന്നുള്ളതാണ്. യാന്ത്രികമായിട്ട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന, നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളിലേക്ക് കിട്ടുന്ന കാര്യമാണത്. ഇനി ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആ കാര്യങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ മുമ്പ് തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയാണ്. നമ്മുടെ രക്ഷിതാക്കൾക്ക് മാത്രം കിട്ടിയൊന്നുമല്ല, അവരുടെ മുമ്പിലുള്ള പല തലമുറകളിലൂടെയും കൈമാറപ്പെട്ടാണ്. അവിടെയൊക്കെ നമ്മൾ തലമുറപരമായി അന്വേഷിച്ച് പിന്നിലേക്ക് ചെല്ലുമ്പോൾ തെളിവുകൾ ഒരു വ്യത്യാസമില്ല, പൂജ്യം തന്നെയായിരിക്കും. ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം ഹിന്ദു മത പണ്ഡിതന്മാർ വേദങ്ങൾ ദൃഷ്ടാന്തങ്ങളാത്രേ. ദൃഷ്ടാന്തങ്ങൾ വെച്ചാൽ വേദപണ്ഡിതൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് മനസ്സിലേക്ക് ദൈവം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് വേദങ്ങളിലുള്ള എന്നാണ് വേദപണ്ഡിതൻ അവകാശപ്പെടുന്നത്. ആ വേദപണ്ഡിതൻ അവകാശപ്പെടുന്നതിൽ അവകാശവാദം മാത്രമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അതിനെപ്പറ്റി തെളിവുകളില്ല. തപസ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് ചോർത്തിയെടുത്ത വിവരങ്ങളാണ് വേദങ്ങളിലുള്ള എന്നാണ് അവകാശപ്പെടുന്നത്. തപസ്സിന്റെ രീതി കെട്ട് കഴിഞ്ഞാൽ ദൈവം തന്നെ ചിലപ്പോൾ ഒരുങ്ങിപ്പോകും. തലകുത്തി നിന്നിട്ടുള്ള തപസ്, ഒറ്റക്കാലിൽ നിന്നിട്ടുള്ള തപസ്, തീക്കുണ്ടത്തിൽ നിന്നിട്ടുള്ള തപസ്, അങ്ങനെ വ്യത്യസ്തമായ സ്വയം പീഡന മുറകളിലൂടെ ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ചോർത്തിയെടുത്തോ കിട്ടിയ വിവരങ്ങളാണ് വേദങ്ങളിലുള്ള എന്ന് വേദപണ്ഡിതൻ അവകാശപ്പെടുന്നു. അപ്പൊ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടിയാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള യാതൊരു തെളിവുകളില്ല. അദ്ദേഹം പറയുന്നത് ആ അവകാശവാദം വിശ്വസിക്കാണ്. അതേപോലെ തന്നെ ഈ വേദപണ്ഡിതൻ എന്ന് പറഞ്ഞ ആൾക്ക് എനിക്കിത് ദൈവത്തിൽ നിന്ന് കിട്ടിയാണെന്ന്
മറ്റുള്ളവർക്ക് വിശ്വസനീയമായ രീതിയിലുള്ള തെളിവുകൾ നൽകാനുള്ള ഒരു സിസ്റ്റവും ഇല്ല, തെളിവുകളും ഇല്ല. ഈ പറഞ്ഞ രണ്ട് രീതിയിലൂടെ അത് വിശ്വസിക്കുകയാണ്. ഇനി എല്ലാ മതങ്ങളിലും സ്ഥിതിയാണ്. ഇസ്ലാം മതത്തിൽ കടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ ഏകാഗ്രനായിട്ട് തപസ് ചെയ്യുന്ന സമയത്ത് ജബ്രീൽ എന്ന് പറഞ്ഞ ഒരു മലക്ക് വന്നു. ആ മലക്കും വായിക്കാൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ജബ്രീൽ മാലാക മുഖേന മുഹമ്മദ് നബി ദൈവത്തിൽ നിന്ന് കിട്ടിയ സന്ദേശങ്ങളാണ് ഖുർആനിൽ എന്നാണ് മുഹമ്മദ് നബി അവകാശപ്പെടുന്നത്. ആ അവകാശവാദത്തിന്റെ സ്ഥിതി ഇത് തന്നെയാണ്. ഇതേപോലെ പൂജ്യമാണ് തെളിവ്. കാരണം വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചോളം മുഹമ്മദ് നബിക്ക് ഈ കിട്ടിയെന്ന് പറയുന്ന അയാൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള തെളിവുകളില്ല. ഒരു മുസ്ലിമും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു ഹിന്ദുവും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വസിക്കുന്നത്. ഇനി മുഹമ്മദ് നബിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ ശരിയാണ് എന്നുള്ള വസ്തുനിഷ്ഠമായ തെളിവുകൾ കൊടുക്കാൻ പറ്റിയില്ല. അവകാശവാദങ്ങളിൽ മാത്രമാണ് വ്യക്തിനിഷ്ഠ രീതികൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യങ്ങൾ വേദപണ്ഡിതൻ പറയുന്നു. യേശുക്രിസ്തു ജോർദാൻ നദിയുടെ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ മാലാഖകൾ വഴി കിട്ടിയ സന്ദേശമാണ് ബൈബിൾ എന്ന് പറയുന്നത്. തെളിവുകള് പൂജ്യം. എന്താണ് തെളിവുള്ളത്? വിശ്വസിക്കുന്നവർക്ക് മാലാഖമാരിയാണ് കൊടുത്തതെന്നല്ല നിങ്ങൾ കണ്ടോ? ഒന്നും കണ്ടില്ലല്ലോ. അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഇനി അദ്ദേഹത്തിന് ഈ മാലാഖമാരെ ഈ വിശ്വസിക്കുന്നവരുടെ മുമ്പിലേക്ക് അക്കാലത്ത് വിശ്വസിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ തലമുറ അതാണ് നിന്നത്. അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അതും പറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ വസ്തുതകളുടെ വെളിച്ചത്തെയല്ല, തെളിവിന്റെ വെളിച്ചത്തെയല്ല, അന്ധമായിട്ടുള്ള ആരാധനയുടെയും അല്ലെങ്കിൽ ഭീതിയുടെയും വിധേയത്വത്തിന്റെ പേരിലാണ് അത് വിശ്വസിക്കുന്നത്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വർഗം കാട്ടിയിട്ട് കൊതിപ്പിക്കും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉർവശി, തിലോത്തമ, രംഭ, സ്വർഗീയ സുന്ദരികളായിട്ട് ശയിക്കാം, 72 ഹൂറിമാരായിട്ട് കടക്കാം, മദ്യം കുടിക്കാം, മദ്യത്തിന് കുളിക്കാം, മദ്യപ്പുഴയുണ്ട്. ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രലോഭിക്കുകയാണ് ഒരു ഭാഗത്ത്. ഇനി മറുവശത്തെ പേടിപ്പിക്കുകയാണ്. നരകം. ഇതൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നരകമാണ്. അതിൽ കിടന്ന് നിങ്ങൾ ജീവജീവാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, മറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭീകരമായ കുറെ വർണ്ണനകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു വിശ്വാസിയെ, വിശ്വസിക്കുന്നവരെ പേടിപ്പിച്ചുകൊണ്ട് കാലാകാലം കൂടെ നിർത്തുക എന്നുള്ള ഒരു തലച്ചോറിനെ മരവിപ്പിക്കുന്ന, തലച്ചോറിനെ എല്ലാ രീതിയിൽ നശിപ്പിക്കുന്ന ഒരു ടോക്സിക് ഐഡിയോളജിയാണ് എല്ലാ മതങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മതത്തിൽ നിന്നുള്ള മോചനം സാധ്യമല്ലാത്തത്. മാനവിക മോചനം എന്ന് പറയുന്നത് മതത്തിന്റെ പുള്ളിയുടെ മോചനമായിരിക്കും. കാരണം മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത്, സ്ലേവറി എന്ന് പറയുന്ന, മെന്റൽ സ്ലേവറി എന്ന് പറയുന്നത് മതമാണ്. കാലാകാലം നമുക്ക് കാണാൻ പറ്റും. മതത്തിന്റെ പേരിലാണ് വർഗീയത ഉണ്ടാകുന്നത്. ഞങ്ങളാണ് ശ്രേഷ്ഠർ എന്നുള്ള രീതിയിൽ എല്ലാ മതങ്ങളും പറയാണ്. ഞങ്ങളുടെ ദൈവമാണ് ശരി, നിങ്ങളുടെ ദൈവം തെറ്റാണ്. ഈ രീതിയിലുള്ള വിഭാഗീകരമായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശിയെ ബാധിച്ച ഏറ്റവും വലിയ മാനസിക രോഗം എന്ന് പറയുന്നത് മതവിശ്വാസമാണ്. കാരണം മാനസികമായിട്ട് നിങ്ങളുടെ വിധേയത്വവും അടിമത്തമാണ് മതം എന്ന് പറയുന്നത്. നിങ്ങൾ പേടിച്ചിരിക്കുക. അജ്ഞത പ്ലസ് ഭയം, ഇതാണ് വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. നമുക്ക് പ്രാചീന മനുഷ്യരുടെ കാര്യം എടുക്കാം. പ്രകൃതി പ്രതിഭാസങ്ങൾ. ഈ പ്രതിഭാസങ്ങളെ ഉള്ള ഭയം, എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് പേമാരി ഉണ്ടാകുന്നത്, ഇതൊക്കെ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ധരിച്ചിരിക്കുന്നത് ഒരു പാറ്റേൺ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടാണ്. കാരണം അക്രമാസക്തമായിരിക്കുന്ന മൃഗങ്ങൾ, അക്രമാസക്തമായ മനുഷ്യർ എല്ലാം അടിച്ചൊടിക്കുകയും എല്ലാവരെയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ മുമ്പിലുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഒരു പ്രകൃതിയുടെ പ്രകോപനം, അതായത് കാണുമ്പോൾ ഈ കൊടുങ്കാറ്റാണെങ്കിലും പേമാരി ആണെങ്കിലും ഭൂമി ഒലിക്കണമൊക്കെ കാണുമ്പോൾ ഈ പാറ്റേൺ നേരത്തെ ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പിന്നിൽ ഒരാൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ ശ്ലോകങ്ങൾ, പുകഴ്ത്തൽ. രാജഭക്സാസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുകഴ്ത്താൻ വേണ്ടി തന്നെ രാജാക്കന്മാരെ പുകഴ്ത്താൻ വേണ്ടി ഒരു ചങ്ങാതി വിദൂഷകൻ, രാജാവിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പാടിപ്പാടി അങ്ങോട്ട് പുകഴ്ത്തുകയാണ്. ഇതേ മെന്റാലിറ്റി തന്നെയാണ് ഈ ദൈവത്തിനെ പാടിപ്പാടി അങ്ങോട്ട് പോയിട്ട് ഹിന്ദു മതത്തിന്റെ ചില പാട്ടങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് പുകഴ്ത്തി ഇത്രയും വലിയൊരു ശരിക്കൊരു ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും സ്വയം പൊക്കി ആയിരിക്കലാവില്ല, അടിച്ചോടിക്കും. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മനോനിഷ്ഠ രീതിയുടെ ഒരു പ്രശ്നമാണ്. അത് ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് മാനസികമായിട്ടുള്ള വിധേയത്തിന്റെയും അടിമത്തത്തിന്റെയും സന്തതികളാണ് അത്തരത്തിലുള്ള സബ്ജക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വ്യക്തിനിഷ്ഠമായ വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാനം. നേരെ മറിച്ച് സയൻസ് അതല്ല. സയൻസ് വസ്തുതകളെ ആധാരമാക്കിയാണ്, വസ്തുനിഷ്ഠ രീതി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് രീതി. ഇതാണ് കുറെ പറയാനുണ്ട്, പക്ഷെ ടൈമിന്റെ ഒരു പ്രശ്നം.